വെൽക്കം ടു സാറാസ് കൾനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പൂരിയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്താം. ആട്ട ഞാൻ 3.5 കപ്പ് ആട്ട, അതായത് 1/2 കിലോ ആട്ടയാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് 1 ടീസ്പൂൺ വടിച്ച് ആണ് 1 ടീസ്പൂൺ ഉപ്പിട്ടേക്കുന്നത്. 1 ഫുൾ ടീസ്പൂൺ പഞ്ചസാരയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് റവയും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഉപ്പും പഞ്ചസാരയും റവയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിനോട് 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഒടുവിൽ പറഞ്ഞു തരാം. 1 കപ്പ് വെള്ളം ചെയ്ത് കുറേശ്ശെ ഒഴിച്ച് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആക്കുക. ആദ്യം തുടക്കത്തിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ നമ്മുടെ പൂരി വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൈകൊണ്ട് ഞെരടി ആ വെള്ളം ആട്ടയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. കട്ട പിടിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ഞെരടി ആ വെള്ളം ആട്ടയിലേക്ക് ചേർക്കുക. വെള്ളത്തിൻ്റെ അളവ് എല്ലാം ഭാഗം ഒരുപോലെ ആകാത്ത വിധം ഞെരടി മിക്സ് ആക്കുക. അങ്ങനെ ഈ 1 കപ്പ് വെള്ളം മൊത്തം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ആട്ട ഇങ്ങനെ മിക്സ് ആക്കുക. എന്നിട്ട് വെള്ളം ഒരുവിധം ആയി കഴിയുമ്പോൾ ഒരുവിധം നനഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ ആ നനഞ്ഞ ഭാഗം കുറേശ്ശെ ഇങ്ങനെ പിടിച്ച് ഒരു സൈഡിലോട്ട് ആക്കുക. പിന്നെ നനവ് ചെല്ലാത്ത ഭാഗം നോക്കിയിട്ട് അവിടെ വെള്ളം ഒഴിച്ച് അവിടെ ഒന്നുകൂടെ പിന്നെ നനച്ച് ഇങ്ങനെ നനവുള്ള ഭാഗം കുട്ടി വെക്കുക. പിന്നെ നനവില്ലാത്ത ഭാഗം നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ നനച്ച് അങ്ങനെ ചെയ്യണം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ചെറുതായിട്ട് അത് സ്മാഷ് ചെയ്യുക. അങ്ങനെ കുറച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുറച്ച് എണ്ണയിൽ കൈമുക്കി കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുക്കി സ്മാഷ് ചെയ്ത് നന്നായി സ്മാഷ് ചെയ്യുക. കുറച്ച് നേരം ഇങ്ങനെ നന്നായി നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ മുക്കി കൈ സ്മാഷ് ചെയ്യുക. പിന്നെ ഒരു എണ്ണയ്ക്കകത്ത് ഇത് ചെയ്ത് മുക്കിയിട്ട് കൈ സ്മാഷ് ചെയ്യുക. ഇങ്ങനെ കൈകൊണ്ട് നന്നായി സ്മാഷ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ വെള്ളം കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെള്ളം കുറയ്ക്കുന്ന കാരണം എണ്ണ പൂരിയെ പിടിക്കുന്നത് കുറയും. അതുകൊണ്ട് എത്ര ദിവസം വേണേലും 2-3 ദിവസമൊക്കെ വരെ നമ്മുടെ പൂരി ഇരുന്നുള്ളൊരു കേടും കൂടാതെ. അതാണ് ഇവിടെ ഞാൻ മൊത്തത്തിൽ 2 കപ്പ് മൊത്തം എടുത്തിട്ടില്ല, ഒരു 1.25 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂറത്തേക്കിന് അടച്ച് വെക്കുക. അവിടെ നമ്മുടെ ആട്ടയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. എന്നിട്ടത് എണ്ണയിൽ മുക്കിയിട്ട്, എണ്ണയിൽ തൊട്ടിട്ട് വേണം പരത്താൻ. ആട്ടപ്പൊടിയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ടിത് ഇങ്ങനെ
ഇതേപോലെ പരത്തിയെടുക്കുക. ആ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പരത്തിയാൽ മതി. എണ്ണ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നന്നായി പരന്ന് കിട്ടും. നല്ല സൂപ്പറായിട്ട് പരന്ന് കിട്ടും. നമ്മൾ ചീനച്ചട്ടി ഇട്ടിട്ടുണ്ട്. എണ്ണയിൽ ഒരു ചെറിയ മാവിൻ്റെ കഷ്ണം ഇട്ട് നോക്കണം. അത് ഇട്ട ഉടനെ പൊങ്ങി വരുന്നുണ്ടെങ്കിലും എണ്ണ പരുവമായിട്ടുണ്ടെന്നാണ്, ചൂടായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയും പൂരി ഇട്ടു. നമ്മൾ അത് ഇട്ട് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിയുന്നുണ്ട് ചെറുതായിട്ട് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന ഭാഗത്തെ നമ്മൾ തട്ടി തട്ടി കൊടുക്കണം. കണ്ടോ? ഇതുപോലെ പൊങ്ങി വരുന്ന ഭാഗം തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിടണം. തിരിച്ചിട്ട് 1, 2, 3 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മളത് എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പം നോക്കി നമ്മുടെ പൂരി പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നല്ലതായിട്ട് പൊങ്ങി വരും. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തൊടുകയോ അമർത്തരുത്. പൊങ്ങി വരുന്ന ഭാഗം നോക്കിയിട്ട് പതുക്കെ അമർത്തിക്കുക, അതിനെ തിരിച്ചിടുക. കണ്ടോ? പെർഫെക്റ്റ് പൂരി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പൂരി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് 3 ദിവസം വരെ കേടാകത്തുമില്ല. എണ്ണ അധികം പിടിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.